എന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ്. ശത്രുബാധ മാറ്റാൻ പറ്റുമോ? കൂടോത്രം ചെയ്യുമോ? മന്ത്രവാദം ഇന്നൊരു കാര്യത്തിന് ചെയ്യണം, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കാറുണ്ട്. അപ്പം എന്നെ അതൊരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളെ ആര് വിളിച്ചാലും എൻ്റെ പേഴ്സണൽ നമ്പർ ആയതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറയാറുള്ളത്, മന്ത്രവാദമുണ്ടോ, കൂടോത്രമുണ്ടോ, അല്ലെങ്കിൽ ശത്രുബാധയുണ്ടോ, നെഗറ്റീവ് എനർജി ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഒരു ശക്തിയുണ്ട്, ദൈവമുണ്ട്. അതിനെ ഞാൻ വിഷ്ണുമായ സ്വാമിയായിട്ട് വിശ്വസിക്കുന്നു. ഇപ്പൊ ഇന്നൊരു കാര്യമുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ എല്ലാവരിലും ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ചോദ്യമില്ല. അപ്പൊ അതിനെ പറ്റിയിട്ട് പറയാനോ മനസ്സിലാക്കാനോ ഉള്ള കൃത്യമായ പ്രൂഫ് ഇല്ലാത്തതുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ കളിയാക്കുന്നത്. പക്ഷെ ദാരിദ്ര്യമുണ്ട്, സമ്പന്നതയുണ്ട്, ആരോഗ്യമുണ്ട്, ആയുസ്സുണ്ട്, ഈ പറയുന്ന എല്ലാ അനുഭവങ്ങളും ആർക്കുണ്ട്? മനുഷ്യന്മാർക്കുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഇതെന്താ കുറച്ച് ആൾക്കാർക്ക് മാത്രം കിട്ടുന്നു? അപ്പോ ദൈവീകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം മനുഷ്യന്മാരെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രപഞ്ചത്തിലുള്ള ഓരോ ജീവജാലങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ നൽകിയിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്? അവരെ അതിൽ നിന്ന് പെർഫെക്റ്റ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ കാര്യത്തിന്, ഒരു ഉദ്ദേശത്തിലേക്ക്, ഒരു ലക്ഷ്യത്തിലേക്ക് അവരെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഡിഫറെന്റ് ആയിരിക്കും. അതെങ്ങനെ എല്ലാ വ്യക്തികളിൽ നിന്ന് അത് ഡിഫറെന്റ് ആയി? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോ ഈ ചെയ്യുന്ന പ്രോസസ്സ് മന്ത്രവാദമാണോ? ഇതാരാണ് കണ്ടുപിടിച്ചത്? ഇന്ന രീതിയിൽ ചെയ്താൽ ദൈവത്തിലേക്ക് എത്താൻ പറ്റും എന്ന് ആരെങ്കിലും റിട്ടേൺ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ചെയ്താൽ എല്ലാവർക്കും ദൈവത്തിന്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ശരിയോ തെറ്റോ എന്നുള്ളതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും പൂജകളും ഹോമങ്ങളും ഗുരുതി പൂജകളും സ്വാമിയെ പ്രാർത്ഥിക്കുന്ന രീതികളും അവലംബിക്കുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ തീരുന്നു. ഞാൻ അനുഭവിക്കുന്ന ശാരീരികമായോ മാനസികപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള പലതരത്തിലുള്ള വ്യക്തികൾ കൊണ്ടുള്ള, പല മനുഷ്യന്മാരെ കൊണ്ടുള്ള ദുരിതങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടുന്നുണ്ട്. ഇതൊരു മനുഷ്യന് ആവശ്യമായ ഒരു കാര്യമാണ്. സമ്പത്ത് ഒരാൾക്ക് ആവശ്യമായ കാര്യമാണ്. ആയുസ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള കാര്യമാണ്. ആരോഗ്യം ഒരാളെ സംബന്ധിച്ച് ആവശ്യമുള്ള കാര്യമാണ്. അപ്പൊ ഈ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾക്ക് തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അത് ആരോ തരുന്നതാണ് നമുക്ക് കിട്ടുന്നത്. അതാരാണെന്ന് ആർക്കും അറിയില്ല. നമ്മൾ അതിനെ ദൈവം എന്ന് വിളിക്കുന്നു. ഞാൻ അതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ ദൈവം എൻ്റെ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതിൻ്റെതായ പൂജകൾ ചെയ്യുമ്പോൾ, ഞാൻ സ്വാമിയെ പൂട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ സ്വാമിക്ക് വേണ്ടിയിട്ടുള്ള പല കർമ്മങ്ങളും എൻ്റെതായ രീതിയിൽ ചെയ്യുമ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ വരുന്ന പല ആൾക്കാർക്കും ഒരിക്കലും ചിന്തിക്കാത്ത രീതികളിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു, റിസൾട്ട് ഉണ്ടാവുന്നു. അവർക്ക് റിസൾട്ട് ഉള്ളത് കൊണ്ട് അവർ വീണ്ടും വരുന്നു. നമ്മൾ എന്ത് സംസാരിച്ചിട്ടും കാര്യമില്ല. നമ്മൾ എത്ര വലിയ രീതികളിലും എത്ര ആഡംബരമായിട്ടും ഭയങ്കര വലിയ സംഭവമാണ് ഞാൻ ചെയ്യുന്നതെന്ന് ആൾക്കാരെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ആളുകൾക്ക് അവരുടെ പ്രശ്നം തീരണം, അവർക്കൊരു അനുഭവം ഉണ്ടാവണം. അങ്ങനെ ഒരു അനുഭവം അവർക്ക് ഉണ്ടായാലും അവർ വീണ്ടും വരുള്ളൂ. അത് എവിടെ നിന്നാണ് കിട്ടുന്നതെങ്കിൽ അവരവിടെ വീണ്ടും വീണ്ടും വരും. അത്രേ ഉള്ളൂ. എല്ലാവരും ഇവിടെ നോക്കുന്നത് അവരുടെ ജീവിതത്തിൽ എന്തു മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. അല്ലാണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തു മാറ്റം ഉണ്ടായി എന്നുള്ളത് അവരെ മോട്ടിവേറ്റ് ചെയ്യില്ല. അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം. അത് ഉയ്യാറ മഠത്തിൽ വരുന്ന ആൾക്കാരിൽ അവർക്ക് മാറ്റങ്ങൾ ഉള്ളത് കൊണ്ട്, അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട്, അവരുടെ ആഗ്രഹം ശരിയാണോ തെറ്റാണോ, അത് എങ്ങനെ നടക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നു, എന്നെ കാണുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ തീരുന്നു. അതൊരു മിറാക്കിളാണ്, അതൊരു അത്ഭുതമാണ്, അതെന്റെ ഭാഗ്യവുമാവാം. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. എന്നെ വന്ന് കാണുന്ന ആൾക്കാരും ഞാൻ പൂജ ചെയ്യുന്ന ആൾക്കാരിലേക്കും ഒരു പോസിറ്റീവ് അനുഭവം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ എൻ്റെ ഭാഗ്യമാവും. ആ ഭാഗ്യം എനിക്ക് തരുന്നത് ആരാണെന്നാണ് എൻ്റെ ചോദ്യം. അതെന്റെ വിഷ്ണുമായ സ്വാമിയാണ്, ചാത്തന്മാരാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ ആ സ്വാമിയെ കുറിച്ച് പറയുന്നു. അപ്പൊ അതിന്റെ വീഡിയോസ് കണ്ടിട്ട് അതിനെ വിഷ്ണുമായ സ്വാമി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാനായിട്ട് അതിനുള്ള പ്രൂഫൊന്നുമില്ല. അത് ഏത് ദൈവത്തെ കുറിച്ച് പറയാനും പ്രൂഫൊന്നുമില്ല. പക്ഷേ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഇലക്ട്രിസിറ്റി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഫാൻ തിരിയുന്നുണ്ട്, ലൈറ്റ് കത്തുന്നുണ്ട്. ഇലക്ട്രിസിറ്റി നമ്മൾ കാണുന്നില്ല, പക്ഷെ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റണം എന്നില്ല, പക്ഷെ അതിന്റെ അനുഭവങ്ങൾ നമ്മൾക്ക് കിട്ടുന്നുണ്ട്, നല്ലതോ ചീത്തയോ. അപ്പോ
ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവണം, അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം, അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവണം. അത് ഞാൻ പ്രകൃതി ശക്തിയായിട്ടുള്ള എൻ്റെ ഭഗവാൻ, എൻ്റെ വിഷ്ണുമായ സ്വാമിയുടെ അടുത്ത് അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു, അതിശക്തമായി ഞാൻ ചെയ്യുന്നു. ആളുകൾക്ക് അത് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുന്നു. അങ്ങനെ എല്ലാവർക്കും റിസൾട്ട് കിട്ടണമെന്ന് എൻ്റെ വാശി. എന്നെ വന്ന് കാണുന്ന ആൾക്കാരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും തീരണം തന്നെയാണ് എൻ്റെ ആഗ്രഹവും. എനിക്ക് അത് തന്നെയാണ് ഏറ്റവും ഗുണകരമാവുക. അവരുടെ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാൽ എൻ്റെ വളർച്ച അതിവേഗമായിരിക്കും. അത് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുക, അത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ കാര്യം അവര് വിശ്വസിച്ചില്ലെങ്കിലും അവരെ നടക്കണം, അവർക്ക് അതിന് അനുഗ്രഹങ്ങളില്ലെങ്കിലും അത് കൊടുക്കണേ ഭഗവാനെ എന്നാണ് ഞാൻ പറയുക. പിന്നെ അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാവുന്ന അവർക്കും കൂടി ഒരു യോഗം വേണ്ടേ. അപ്പോ എല്ലാതും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ആ ദൈവത്തിന്റെ ശക്തിയിൽ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ പ്രചരിപ്പിക്കുന്നു. അത്രമാത്രമായിട്ട് കണ്ടാൽ മതി. അല്ലാതെ ഇത് വേറെ രീതികളൊന്നും കാണണ്ട. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ കാര്യങ്ങളാവും. നിങ്ങളുടെ ശരികൾ, ആ ശരികളുമായി നിങ്ങൾ പോവുക, നിങ്ങൾ വിജയിക്കുക. ആരായാലും വിജയിക്കണം എന്ന് മാത്രമേ നമുക്കുള്ളൂ. എവിടെ പോയാലും എന്ത് ചെയ്താലും എല്ലാവരും വിജയിക്കട്ടെ.